ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്റ്റൈൽ ആൻഡ് നൈറ്റി ആയിട്ടാണ് കേട്ടോ. എന്നാൽ ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇതിപ്പം ഞാൻ നൈറ്റി പോലെ വീട്ടിൽ ഇടാനാണ് ചെയ്തിട്ടുള്ളത്. അത് വേണം നിങ്ങൾക്ക് പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സാക്കിയിട്ട് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ഫ്രോക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കി ചെയ്യാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കണ്ടില്ലേ, നൈറ്റി എപ്പോഴും നമ്മൾ സാധാ മോഡലിൽ ഒരു സിമ്പിൾ നൈറ്റി ചെയ്യുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് കഴുത്തിലൊരു കെട്ടും കൈയിൻ്റെ താഴത്തൊരു ബോ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബോൻ്റെ വീതി കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് ചെയ്യാം. കയറ് അതേപോലെ തന്നെ ഇങ്ങനെ വീതിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേ കമൻസ് ഉണ്ടായിരുന്നു, പിന്നെ ബിഗിനേഴ്സിന് പിന്നെ എളുപ്പത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യണം, അതായത് കാണുമ്പോൾ ചെയ്ത് നോക്കണം എന്നുണ്ടാവും, പക്ഷെ കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കൂടിയുള്ളത് ചെയ്യണം എന്നൊക്കെ പറയുന്ന കുറേ കമൻസായിട്ടും അല്ലാതെ പിന്നെ കോൾസായിട്ടും ഒക്കെ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പിൽ ചോദിച്ചാൽ മതി, അല്ലെ കോൾ ചെയ്താൽ മതി. ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പെട്ടെന്ന് ഇത് സാധാ ഇതിപ്പോൾ ഞാൻ പിന്നെ ക്രേപ്പാണ്, ഇത് ക്ലോത്ത് കേട്ടോ, പ്രിൻ്റഡ് ക്രേപ്പാണ്, അതിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് മീറ്ററിന് 60 ആ ഒരു റേറ്റൊക്കെയാണ് വന്നിട്ടുള്ളത്. പ്രിൻ്റഡ് ക്രേപ്പ് എവിടെയാണ് കിട്ടുക എന്നൊക്കെ കുറേ കമൻസ് എനിക്ക് വരാറുണ്ട്. പ്രിൻ്റഡ് ക്രേപ്പ് കോഴിക്കോട് കസവ് കേന്ദ്ര പോലുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പല പിന്നെ ഇപ്പം പിന്നെ ഈ പരാഗ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിക്കാരുടെ ഷോപ്പുണ്ടല്ലോ, ആ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് മെറ്റീരിയലിനെ 4 ആക്കി മടക്കിയിട്ടാണ് ഉള്ളത്. ആദ്യം വീതിക്ക് മടക്കിയിട്ടാണ് പിന്നെ നീളത്തിൽ മടക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ മടക്കുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്നൊരു മെത്തേഡ് തന്നെയാണ് ഇതിലും മടക്കിയിട്ടുള്ളത്. അതായത് അങ്ങനെ മടക്കുമ്പോൾ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ നമുക്ക് ഒരേ സമയത്ത് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ മെഷർമെൻറ്റ് ഷോൾഡർ 7 എടുത്തു, താഴോട്ടേക്ക് ആം ഹോളും 7 തന്നെ എടുത്തു. പിന്നെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് 12 ഇഞ്ചാണ് എടുത്തിട്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിത്ത് തയ്യൽ തുമ്പ് 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ അളവാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ. വിത്ത് തയ്യൽ തുമ്പാണ് 12 ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ താഴെ നിന്ന് മേലോട്ടേക്കാണ് മെഷർ എടുത്തിട്ടുള്ളത്. കുറച്ചൊരു ലെങ്ത് അധികം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്ത മെത്തേഡ് കണ്ടല്ലോ. ഈ നെക്ക് താഴോട്ടേക്ക് ഇങ്ങനെ മടിക്കിയപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് തന്നെ നമുക്ക് ഒരേ പിന്നെ സമയത്ത് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് നെക്ക് ഞാൻ 5.5 എടുത്ത്, ബാക്ക് നെക്ക് 2.5 എടുത്ത്. ഇനി വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ നൈറ്റി ആകുമ്പോൾ സെയിം തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഷേപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഒരു പിന്നെ ചെസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരെ താഴോട്ടേക്ക് സ്ലോ അപ്പ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുക. ഇവിടെ താഴെ നിന്ന് മേലോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റി, താഴെ നിന്ന് മേലോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെരിച്ച് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ ഹാഫ് പോർഷനിലേക്ക് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നൈറ്റി ഇങ്ങനത്തെ നൈറ്റി സിമ്പിൾ നൈറ്റിയാണ്. ഇതിലിപ്പോൾ പിന്നെ കൈക്കും ഇതിനൊരു വ്യത്യാസം വരുത്തുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കൈ എടുക്കാൻ പോണത് കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് കൈ എടുക്കുമ്പോൾ 2 വിധത്തിൽ നമുക്ക് കൈ എടുക്കാം. ഞാൻ ഈ വരച്ച് വെച്ച ഭാഗത്തെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ലീവ് എടുക്കുന്നത്. സ്ലീവിന് പിന്നെ ചുരിദാറിലാണെങ്കിലും നൈറ്റിക്കാണെങ്കിലും ഇങ്ങനെ പിന്നെ സെൻറ്ററിലേക്ക് കൂടി പിന്നെന്താ പറയുക, സെൻറ്ററിലേക്ക് കൂടി സ്റ്റിച്ച് വരുന്ന രൂപത്തിലും എടുക്കാം, അല്ലാതെ എടുക്കാം. ഈ ഒരു ഭാഗത്തു നിന്ന് ആണ് സ്ലീവ് എടുക്കാനുള്ളത്. അപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ബിഗിനേഴ്സ് എന്താക്കണം എന്ന് വെച്ചാൽ നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് അളവിലൊരു പേപ്പറിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് എടുക്കുക ആദ്യം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം നമുക്ക് വീതി നീളമൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് പാകമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ മേലെ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം ഈ ഭാഗത്ത് വരുന്ന രൂപത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ
ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അവിടെ കുറച്ച് നമുക്ക് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഭാഗമാണല്ലോ, അത്ര വിട്ടിട്ട് വേണം ഇത് വെച്ച് നോക്കാൻ. അങ്ങനെ ആകുമ്പോൾ സെൻറ്ററിൽ ജോയിൻ വരും. ഇങ്ങനെയാണെങ്കിൽ മേലെ ഭാഗം ഫോൾഡിങ് ആണല്ലേ, തുണി ഫോൾഡിങ് സൈഡ് ആണല്ലോ ഇവിടെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതാ ഈ ഭാഗത്തേക്കൂടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ജോയിൻ്റ് ഒന്നും വരില്ല. ലെങ്ത്ത് കുറവായിരിക്കും, 3/4 ഇങ്ങോട്ട് കിട്ടിക്കോളണം എന്നില്ല. മനസ്സിലായ? നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ അത് ഇത്ര വരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്, ഈ ഭാഗത്തു നിന്ന് എടുത്ത് പീസ് എടുത്തിട്ട് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതാണ് 2 തരത്തിൽ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് മേലെ ഭാഗത്തു നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു വേസ്റ്റ് ഭാഗം മാത്രമാണ് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ നിന്ന് വേണം നമുക്ക് എന്തിനെടുക്കാൻ, നെക്കിന് വെക്കാനുള്ള കയറും കയ്യിൽ കൊടുക്കാനുള്ള ബോക്കൊക്കെ എടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, ആ കയ്യിനെ നമ്മൾ വെട്ടിച്ചിട്ട് കറക്റ്റാക്കി വെച്ച് കാണിച്ചതാണ്. ഇനി ഇതിൽ നിന്ന് വേണം ബാക്കിയുള്ള പീസുകളൊക്കെ നമുക്ക് എടുക്കാൻ. ഇനി കോൺട്രാസ്റ്റ് കളറിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിലുള്ള ഏതെങ്കിലും പീസൊക്കെ എടുത്തിട്ടൊക്കെ നമുക്ക് ബോ ഒക്കെ കൊടുക്കാം. ഞാൻ അപ്പോൾ ഈ തുണി കൊണ്ട് തന്നെ അങ്ങോട്ട് ഒപ്പിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് 2 പീസ് എടുത്തു. 4 പീസല്ലേ അതുണ്ടാകുക, ആ വേസ്റ്റ് പീസിൽ. അത് 2 എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നെക്കിന് കൊടുക്കാനുള്ള കയറെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 30-31 ഇഞ്ചോളം അതുള്ളത്. അത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ട് 32 ഇഞ്ചില്ലേ, അത്രയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഈ ഒരു ഷേപ്പിൽ താഴോട്ടേക്ക് അതിന് വീതി കുറഞ്ഞ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുത്ത് എൻഡിലേക്ക് ഇതുണ്ടല്ലേ, ഈ ഒരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോഴാ ബോൻ്റെ കഴുത്തിൽ കെട്ടുന്ന കയറിൻ്റെ താഴെ ഭാഗത്തിന് ആ ഒരു ഷേപ്പ് ഉണ്ടാകുമ്പോൾ വേറെ രസമാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഷേപ്പാക്കി. അത് ഇഷ്ടമില്ലാത്തവർക്ക് സ്ട്രൈറ്റ് പീസ് ആക്കിയിട്ടും കട്ട് ചെയ്യാം. ബാക്കിയുള്ള ഈ പീസിൽ നിന്നാണ് നമ്മൾ എന്താക്കിയത്, പിന്നെ കയ്യിന് കൊടുക്കാനുള്ള ആ കയറ് എടുത്തിട്ടുള്ളത്. പിന്നെ നെക്കിൻ്റെ ഉള്ളിലേക്കുള്ള പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബാക്കിയുള്ള ആ 2 പീസിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. ആ കൈക്ക് കൊടുക്കാനുള്ള കയറിൻ്റെ ലെങ്ത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് നോക്കുക. ഓരോരുത്തരും കയറിങ്ങനെ കെട്ടിയിട്ട് ഫോൾഡ് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുമ്പോൾ ആദ്യം നെക്ക് ഫിനിഷ് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് ചെയ്യാൻ കാരണം ഫ്രണ്ട് നെക്ക് ഫുള്ളായിട്ട് ആ കയറ് വരുന്നത്. ഫ്രണ്ട് നെക്കിന് വേണമെങ്കിൽ നമുക്ക് ഒരു 3 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തതിന് ശേഷം താഴെ ഒരു ഓപ്പൺ പോലെ കൊടുത്തിട്ടും ഈ പിന്നെ കയറ് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഈ ഓപ്പൺ കൊടുക്കുന്ന ഭാഗത്ത് ഒരു പീസ് കൊടുത്തിട്ട് അത് ഫിനിഷ് ആക്കണം. എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് ഫ്രണ്ട് നെക്കിന് ഫുള്ളായിട്ട് കയറ് വരും. അങ്ങനെ വേണേൽ കൊടുക്കാം. പക്ഷേ ഇത് ഞാനിപ്പോൾ 2 ഫ്രണ്ടും ബാക്കും നെക്കിൻ്റെ പണികൾ കഴിച്ചു. എന്നിട്ട് പിന്നെ ഈ കയറിനെ വെച്ച് കൊടുത്തതാണ്. ആ കയറിനെ വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഈ മടക്കിയ കയറിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആദ്യം നല്ല വശം ചേർത്ത് വെച്ചിട്ട് തമ്മിൽ ജോയിൻ ചെയ്യുക. ഉണ്ടല്ലേ? കാരണം ഇത് 2 പീസാണല്ലോ. ഈ ജോയിന്റ് വരുന്നത് നമ്മൾ ബാക്ക് നെക്കിൻ്റെ കറക്റ്റ് സെൻട്രലാക്കിയിട്ട് നമുക്കിത് തയ്ച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതത് 2 തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ അറ്റം മുതൽ ഇവിടെ നിന്ന് ഇങ്ങനെ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇങ്ങനെ തയ്ച്ച് വരിക. നല്ലോണം ഇങ്ങോട്ട് തയ്ച്ച് സെൻറ്റർ ഭാഗം കുറച്ച് ഒഴിവിടണം. സെൻറ്റർ നമ്മൾ കുറച്ച് ഒഴിവിടുന്നത് നമ്മുടെ നെക്കിൻ്റെ ഈ ഭാഗത്ത് വെച്ച് തയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ആ ഒഴിവിടുന്നതിൻ്റെ അളവ് എത്രയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഗ്യാപ്പ് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും ഒരേ അളവിൽ തന്നെ വേണം നമ്മൾ ഒഴിവിടാൻ, തയ്ക്കാതെ ഒഴിവിടാനും വേണ്ടിയിട്ട് കേട്ടോ. അത് എടുക്കാൻ നമ്മളിതാ നെക്കിൻ്റെ ഈ ഒരു പകുതി ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനത്തെ നെക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിലൊരു വര പോലെ ഓപ്പൺ കൊടുത്തിട്ടാണെങ്കിൽ ഫുൾ നെക്കിൻ്റെ അളവെടുക്കുക. അപ്പം ഞാൻ ഈ കൊടുത്ത അളവ് മുതൽ കംപ്ലീറ്റ് അതിൻ്റെ അളവ് നമ്മൾ നോക്കുക. 2 ചോക്ക് കൊണ്ട് വരച്ചില്ലേ, അവിടെ നിന്ന് ബാക്ക് നെക്ക് ഇങ്ങനെ അളന്നെടുത്തിട്ട് അളവ് നോക്കുക. ആ അളവ് എത്രയാണോ അത് തന്നെയാവണം ഈ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കുള്ള നീളത്തിനും കണക്കായിട്ട്. പറഞ്ഞത് മനസ്സിലായ? എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിച്ചോളിട്ടോ. എന്നിട്ട് ഈ ഒരു കറക്റ്റ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാവണം ആ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം. നമ്മൾ ജോയിൻ ചെയ്തതും ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ 2 സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്യും പോലെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇതിനെ തയ്ച്ച് കൊടുത്ത് ഇതിനെ ആദ്യം നമ്മൾ മറിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ
കാലിഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചെടുത്തതാണല്ലോ. അങ്ങനെ തയ്ച്ചെടുത്ത് തന്നിട്ടാകുമ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ ഉണ്ടാകും. ഇതിനെ പതിച്ചടിക്കരുത് കേട്ടോ. പതിച്ചടിച്ചാൽ ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. ഒന്ന് അയൺ ചെയ്ത് വൃത്തിയാക്കി വെച്ചാൽ മതി. ചിലർ പതിച്ചടിച്ചിട്ട് കാണാം ചില ഫ്രോക്കിലൊക്കെ. പക്ഷെ അത് ഭംഗി കുറവായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ സെൻറ്റർ ഭാഗത്തിന് നമ്മൾ എടുത്തിട്ട് ഇതാ ബാക്ക് നെക്കിൽ കണ്ട കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ പിന്ന് കൊണ്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് ഇങ്ങനെ അതിന് ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ 2 വശമായി പോലെ ഉണ്ടാവുക. എന്നിട്ട് ഒരു വശത്ത് ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ ചോക്ക് കൊണ്ട് വരച്ച് ഈ പോയിന്റ് വരെ എത്തിച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുക. എന്നിട്ട് അതിനെ മറ്റേ വശത്തിന് ഉള്ളിലേക്കാക്കിയിട്ട്, അതായത് ആ തയ്യൽ തുമ്പിനെ കാണാത്ത വിധത്തിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മൾ കോളർ നെക്ക് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിലിടാം. അത് കൂടി ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ബിഗിനേഴ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി ഇങ്ങോട്ട് പതിച്ച് തയ്ക്കുക. അതേപോലെ മറ്റേ സൈഡും തയ്ച്ചു കൊടുക്കുക. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ പീസിനെ കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് ബാക്ക് നെക്കിൽ കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കുക. കാരണം നമ്മൾ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഇത് കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നല്ല ഭംഗി തന്നെ ഉണ്ടാവും. അപ്പോൾ നെക്കിന് ഇത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവിനുള്ള പണിയാണ്. സ്ലീവിൻ്റെ താഴെ ഭാഗം എനിക്കിത് സ്ലീവ് കിട്ടിയ ഒരു 15 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇടുന്നതായത് ഹാഫ് സ്ലീവ് മതി എന്ന് വെച്ച് നെക്കിന് താഴെ സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ച്ചിട്ട് സ്ലീവിന് കൊടുക്കാനുള്ള പീസിനും ഇങ്ങനെ നല്ല വശം ഉള്ളിലേക്കാവുന്ന വിധത്തിൽ മടക്കി തയ്ക്കുക. മടക്കി തയ്ച്ചിട്ട് അതിനെ മറിച്ചെടുക്കുക. നല്ല വശം ഉള്ളിലേക്കാക്കി വെക്കുന്ന വിധത്തിൽ ഒരു വശം നമ്മളിപ്പം നെക്കിൽ കൊടുക്കാനുള്ള പീസിന് ഒരു വശം ലോക്കാക്കിയിട്ട് മറ്റേ വശം ഇതാക്കിയല്ലോ. അതേപോലെ തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത്. ഇങ്ങനെ 4 പീസ് ഇതേപോലുള്ള പീസസ് നമുക്ക് 4 എണ്ണം വേണം. അതിനെ മറിച്ചിട്ട് തയ്ച്ച് എടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷ്. ഇതും വേണം നമ്മളൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ താഴെ ഭാഗം സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം താഴെ വരുന്ന വിധത്തിൽ ഇതിനൊന്നിങ്ങനെ മടക്കുക. ബോ ആക്കിയിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കെട്ടിടുന്നില്ല, കെട്ടിടുന്നതിനേക്കാളും നമ്മളത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിടുമ്പോൾ അവിടെ ഭയങ്കര കട്ടി വരുമല്ലോ. അത് വരാതിരിക്കാൻ ഇത് രണ്ടിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കെട്ടിൻ്റെ വീതി നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യട്ടെ. വളരെ തിന്നായിട്ട് ചെയ്താലും ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രസ്സിലുള്ള ആ കോൺട്രാസ്റ്റ് കളർ ഉണ്ടല്ലോ, ബ്ലൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറിലൊക്കെ ചെയ്താലും ഭംഗി ഉണ്ടാവും. എന്നിട്ട് കെട്ടിട്ട് അവിടെ സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുത്ത് ഇനി ഇതിനെ അതിൻ്റെ ഭാഗം താഴേക്ക് വരുന്ന വിധത്തിൽ ഒന്ന് അയൺ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമാണ് ബിഗിനേഴ്സിനൊക്കെ കേട്ടോ. അല്ലാത്തവർ അങ്ങനെ അങ്ങോട്ട് തയ്ച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഒരേ സ്റ്റൈലുള്ള നൈറ്റി വേണ്ടല്ലോ. ഒരു വീട്ടിലുമൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് നടന്നൂടെ. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞ ഭാഗമാണ് സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ, താഴെ ഭാഗത്തിൻ്റെ സെൻറ്ററാണ് ചോക്കോണ്ട് അടയാളപ്പെടുത്തിയത്. അവിടെ ഈ ബോ വരുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബോനെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്കാക്കിയിട്ട് മറ്റേ ഭാഗത്തിന് പതിച്ചടിച്ച് കൊടുക്കുക. പതിച്ചടിക്കുമ്പോൾ 2 സൈഡും പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ അത് ഫിനിഷിങ്ങിൽ നിൽക്കുള്ളൂ. പക്ഷെ വളരെ ചെറിയ ബോ ആണെങ്കിൽ ആ സെൻറ്ററിലുള്ള ഇത് മാത്രം മതി കേട്ടോ. വീതി കുറഞ്ഞ ബോ ചെയ്യുമല്ലോ. അപ്പോൾ ചെറിയ 4 ഇഞ്ച് സാറ്റിൻ റിബൺ കൊണ്ട് കുഞ്ഞു ഉടുപ്പുകളിലൊക്കെ കാണില്ലേ. അപ്പോൾ അതേപോലെ ആണെങ്കിൽ ഈ സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് അവിടെ പിന്നെ പ്രസ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. ഈ 2 സൈഡും പതിച്ചടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതേപോലെ സെയിം ക്ലോത്തിൽ തന്നെ ഇപ്പം ഞാൻ ഒക്കെ ചെയ്തിട്ടുള്ളത് കണ്ടില്ല. ഇങ്ങനെ ഈ എൻഡിലേക്ക് കൂടി ഇങ്ങനെ പതിച്ചു കൊടുക്കുക. സെൻറ്റർ അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻഡിൽ ഇതുവരെ വന്ന് ലാസ്റ്റ് എത്തി. എന്നിട്ട് അവിടെ നിർത്തി ഫൂട്ട് പൊക്കി തുണീനെ തിരിക്കുക. തുണീനെ തിരിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എത്തുന്നവരെ പോകുക. അങ്ങനെ 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതവിടെ ഫിക്സായി. 2 സ്ലീവിലും ഈ ഒരു പീസിനെ ഫിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് സ്ലീവ് ഷോൾഡറിൽ വെച്ച് ജോയിൻ ചെയ്യുക. സൈഡുകൾ കൂട്ടി തയ്ക്കുക. താഴെ ഭാഗം മടക്കി തയ്ക്കുക. ഇത്രയേ ഉള്ളൂ നൈറ്റി. ഇതിപ്പോൾ 3 മീറ്റർ നൈറ്റി ക്ലോത്ത് തന്നെയാണ് കേട്ടോ. സാധാരണ കോട്ടണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു കുഴപ്പമില്ല. നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് ക്രീപ്പ് ക്ലോത്തിൽ ഞാൻ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ സൗകര്യമാണ്. വേഗം ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഇപ്പോൾ പിന്നെ മഴ തുടങ്ങിയപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയല്ലോ, ഉണങ്ങാത്ത പ്രശ്നമൊക്കെ. അങ്ങനെ ഒന്ന് തയ്ച്ചതാണ്. പിന്നെ കുറേ കമൻസ് ഞാൻ പറഞ്ഞല്ലോ, എളുപ്പത്തിൽ ചെയ്യണം,
എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ പറയാറുണ്ട്. തയ്ച്ച് കഴിഞ്ഞപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് പറഞ്ഞില്ല, ഇതിലുള്ള ഇപ്പോൾ നീല കളറിലുള്ള ആ പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ട് ചെയ്താൽ കുറച്ചും കൂടി ആ ബോ എടുത്ത് കാണിക്കും. അങ്ങനെയൊക്കെ ഐഡിയാസ് നിങ്ങൾക്ക് സ്വന്തത്തിന് ചെയ്ത് നോക്കാം കേട്ടോ. ക്രേപ്പ് ക്ലോത്തിന് അധികം റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ നല്ല പ്രിന്റ് നോക്കി എടുത്താൽ മതി. ഇങ്ങനെയാണ് ഇത് ചെയ്ത് കഴിയുമുണ്ടാവുക. നെക്കിലുള്ള കെട്ടിങ്ങനെ കെട്ടിയിട്ടിടാം, വേണേൽ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടിടാം. കയ്യിലുള്ള ബോ ഫിക്സ്ഡ് ആയതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഫുൾ സ്ലീവ് ചെയ്തിട്ട് താഴെ ഇതേപോലെ ബോ കൊടുക്കുന്നതിന് പകരം വേറുള്ള പിന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ ഒക്കെ താഴെ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ബോ ഉണ്ടാവില്ല, അതേപോലെ ആക്കിയിട്ട് കൊടുത്താൽ അതും ഭംഗി ഉണ്ടാവും. ഓരോന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പം ഈ ക്ലോത്ത് തന്നെ പുതിയ പുതിയ ക്ലോത്ത് ഇല്ലെങ്കിൽ പഴയ സാരിയിലൊക്കെ ചെയ്ത് നോക്കുക. ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിയുമ്പോഴും രസമാണ്. പിന്നെ നൈറ്റി ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ ഒരു ടീനേജ് കുട്ടികൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടാവും ഇടാൻ. എപ്പോഴും വീട്ടിൻ്റെ അകത്തുനിന്നും ജീൻസ് ലെഗിനൊക്കെ പോലെ ഇടുന്നതിനേക്കാളും ഒരു ഫ്രീ ആയിട്ടുണ്ടാവുമല്ലോ. കെട്ട് ഇങ്ങനെ ബോ ഇങ്ങനെയും കഴുത്തിലുള്ള കെട്ടൊക്കെ ഇങ്ങനെ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വീട്ടിൽ നടക്കാം. ഞാൻ അപ്പോൾ ഇതിൻ്റെ കൂടെ ഷോളൊക്കെ ഇട്ടിട്ട് ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടെന്ന് മാത്രം. ഇതേപോലെ പിന്നെ അതായത് ടീനേജ് കുട്ടികൾക്കും ഈ എന്താ ഒരു 10-12 വയസ്സുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കെട്ടൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ആയിക്കോട്ടെ. അവർക്ക് ഇങ്ങനെ ആളുടെ ഇറങ്ങാനൊരു മടിയുള്ളൊരു പ്രായമാണല്ലോ അത്, ഇങ്ങനെ ഫ്രണ്ടൊക്കെ വളർന്നു വരുന്ന ആ പ്രായത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെ ആക്കുമ്പം അവർക്കതൊരു സൗകര്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഹാൻഡ് സോക്സ് ഒക്കെ ഇട്ടതാണ്, സ്ലീവ് ഇല്ലല്ലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഇടയിലൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നമ്മുടെ വാട്സപ്പ് ക്ലാസ് നടക്കുന്നുണ്ട്. വാട്സപ്പ് ക്ലാസ് നെക്സ്റ്റ് ബാച്ച് അടുത്ത മാസം തുടങ്ങും. ബിഗിനേഴ്സിനും ജോയിൻ ചെയ്യാവുന്ന രൂപത്തിലുള്ള മനസ്സിലാക്കാവുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പഠിക്കാം, നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.